അൽ അസ്ലാം അലൈക്കും, അസ്ലാം അലൈക്കും, ഏകദേശം അങ്ങനെയാണെന്ന് തോന്നുന്നു. അത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ ചെയ്യുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ്. അതേപോലെ തന്നെ അതൊരു അമുസ്ലിമിന് ഗ്രീറ്റ് ചെയ്യുന്ന പദമല്ല. ഒരു മുസ്ലിം ഒരിക്കലും ഒരു അമുസ്ലിമിനോട് പറയാൻ പാടില്ല, ഇങ്ങനെയുള്ള ഗ്രീറ്റിംഗ് പറയാൻ പാടില്ല എന്നാണ് അവരുടെ മതഗ്രന്ഥം അനുശാസിക്കുന്നത്. അതിൻ്റെ അർത്ഥം വരുന്നത് പീസ് ബി അപ്പോൺ യു, ദ പീസ് ബി അപ്പോൺ യു, സമാധാനം നിങ്ങളോട് കൂടെ എന്നാണ്. അങ്ങനെയാണ് സമാധാനം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ഒരു മുസ്ലിമിനോട് പറയുന്നത്. അവരുടെ പുസ്തകപ്രകാരം ഒരിക്കലും ഒരു അമുസ്ലിമിനോടോ കാഫിറിനോടോ ഹിന്ദുവിനോടോ ക്രിസ്ത്യാനിയോടോ ജൂതനോടോ ഇങ്ങനെയുള്ള ഗ്രീറ്റിംഗ് ചെയ്യാൻ പാടില്ല. പകരം അവരെ ഒരു നേർവഴിയിൽ കണ്ടാൽ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യണം, വേദനിപ്പിക്കണം. ഒരു കാഫിറിനെ കണ്ടാൽ അവരെ എങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കാഫിറിനെ കണ്ടാൽ വഴിന്ന് തള്ളി മാറ്റണം. അവർക്ക് അധികാരമുള്ള സ്ഥലങ്ങളിൽ അവരത് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. നമ്മളിപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു 35-40 ലക്ഷം മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി എടുക്കുന്നുണ്ട്, അടിമത്തം പോലെ ജോലി എടുക്കുന്നു മരുഭൂമിയിൽ. ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള കാഫിറുകൾ നമ്മുടെ നാട്ടിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ വളരെ അധികമുണ്ട്. ഞാൻ വളരെയധികം കഥകൾ കേട്ടിട്ടുണ്ട്. മുഖത്ത് കാർപ്പിച്ച് തുപ്പിയിട്ടുണ്ട് അറബികൾ. ഇത് 1-2 സംഭവങ്ങളല്ല, സർവ്വസാധാരണമാണ്. കാരണം അവരുടെ അടിമയാണ്, അവർക്ക് കാർപ്പിച്ച് തുപ്പാനായിട്ടുള്ള അധികാരമുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ വടക്ക് നിന്നുള്ളൊരു ചാനൽ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അവരോട് ഞാൻ ഒന്ന് പറയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, എത്ര ആൾക്കാർ അറബിയിൽ നിന്നും ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒന്ന് ചാനലിൽ വരാൻ പറഞ്ഞ ഒരു പക്ഷേ നിങ്ങളുടെ ചാനലിൻ്റെ മുമ്പിൽ ഒരു 1 ലക്ഷം ആൾക്കാരെങ്കിലും വരും. ഒപ്പം തന്നെ ചാട്ടവാർക്ക് അടിയേറ്റ കുറേ ദുരനുഭവമുള്ള മലയാളീസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് മാരിയോ ജോസഫ് എന്ന വ്യക്തി വടക്ക് മലപ്പുറം പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മുസ്ലിം ഇമാമായിരുന്നു. അദ്ദേഹം ഈ ഒരു 2-3 ദശകത്തോളമായിട്ട് ചാലക്കുടിക്കടുത്ത് മുരിങ്ങൂർ ഡിവൈൻ ആശ്രമത്തിൽ വന്ന് മുസ്ലിമിനെ കുറിച്ച് എല്ലാം അരച്ചു കുറിച്ച് പഠിച്ച ഇമാമാണ് മാരിയോ സുലൈമാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം മതം മാറി കത്തോലിക്ക സഭയുടെ കൂടെ കൂടി ഡിവൈൻ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സ്ഥാപനം, ഫിലോകാലിയ എന്നൊരു സ്ഥാപനം നടത്തുന്നുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹം ചെയ്തൊരു വീഡിയോയിൽ ഇദ്ദേഹം പ്രതിപാദിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഏതോ ഒരു ഇത്തരത്തിലുള്ള തൊഴിലാളി, അടിമ, മലയാളിയായ അടിമ, ഹിന്ദു ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു, ക്രിസ്ത്യാനി കത്തോലിക്കൻ. അദ്ദേഹം ഈ മാരിയോ ജോസഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് ഒരു അറബി അസ്ലാം അലൈക്കും എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു എന്താണ് പറയേണ്ടത്, അസ്ലാം അലൈക്കും എന്ന് പറയണോ എന്ന് മാരിയോ ജോസഫിനോട് ഗൾഫിൽ നിന്നും ഒരു കത്തോലിക്കൻ ചോദിച്ചു. അപ്പം ഇദ്ദേഹം പറയുകയാണ്, തീർച്ചയായിട്ടും നീ അത് പറയണം, അത് അല്ലെങ്കിൽ നീ പറഞ്ഞില്ലെങ്കിൽ അതൊരു കുമ്പസാരിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇവരുടെ മതഗ്രന്ഥങ്ങളും അതുമായിട്ടുള്ള പണ്ഡിതന്മാരുടെ അനുസരണം ഒരിക്കലും അത് ഒരു അമുസ്ലിമിനോടുള്ള ഗ്രീറ്റിംഗ് അല്ല. ഇപ്പം അതൊരു കാഫിറിനോട് ഒരിക്കലും അങ്ങനെയുള്ള പദം ഗ്രീറ്റിംഗ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അനുശാസിക്കുന്നത്, അത് കർശനമായിട്ടും ഫോളോ ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു വലിയ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്. കത്തോലിക്ക സഭ സംഘടിതമായിട്ട് വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കത്തോലിക്ക സഭയിലെ പലരും പറയുന്നത് ഇദ്ദേഹം തക്കിയെ കളിക്കുകയാണോ, ഇദ്ദേഹം ഉള്ളിൽ വേറൊരു വിശ്വാസവും പുറത്തേക്ക് വേറൊരു വിശ്വാസവുമായി അദ്ദേഹം അങ്ങനെ ഒരു തക്കിയാണോ കളിക്കുന്നത്. ഒരു പക്ഷേ ഇദ്ദേഹം ഒരു ഇമാമായിരുന്നത് കൊണ്ട്, ഒരു സാധാരണ മുസ്ലിം ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് അവർക്ക് അറിവില്ലായിരിക്കുക. പക്ഷേ ഈ ഇമാം എന്ന നിലയിൽ എല്ലാം പഠിച്ച് അത് മോശമാണ്, ഇതാണ് നല്ലത് എന്നും പറഞ്ഞാണ് ഏകദേശം ഒരു 20-25 വർഷം മുമ്പ് ഇദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നതും. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. ഫിലോകാലിയ എന്നുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട്, ജിജി എന്ന ഭാര്യയുമായിട്ട് ലോകം മുഴുവനും നടക്കുന്നു. ഇദ്ദേഹം
അദ്ദേഹം വീടുകൾ പണിത് കൊടുക്കുന്നു, അങ്ങനെ ഭവന നിർമ്മാണം, ചാരിറ്റി കുറേ നടക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ഒരു 3-4 വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ മുരിങ്ങൂരുള്ള ഓഫീസിൽ പോയപ്പോൾ അവിടെ കാണുന്നതൊക്കെ തട്ടമിട്ട സ്ത്രീകളും അങ്ങനെയുള്ള സംസ്കാരം കണ്ടപ്പോൾ എനിക്ക് തന്നെ ഏകദേശം ഒരു എന്താണ് ഇതിൻ്റെ സ്ഥിതി, നമ്മൾ ഒരിക്കലും അത് ഇപ്പോൾ ഇത് ചെയ്യുന്നില്ല. എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഒക്കെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട തട്ടമുട്ട പെൺകുട്ടികളും അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഞാൻ അവിടെ എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ ഇപ്പൊ ഇത് മറം നീക്കി പുറത്തു വന്ന സാഹചര്യത്തിൽ അദ്ദേഹം വന്നിട്ട് ഈ കത്തോലിക്ക സഭയോട് വലിയൊരു വിശദീകരണം ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ സംശയത്തിന്റെ, കാരണം ഇപ്പൊ കത്തോലിക്ക സഭയുടെ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളും ഇതിനെപ്പറ്റി ഇത് ചെയ്യുന്നു, എങ്ങനെ ഇത് വളരെ തെറ്റായി പോയില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. തന്നെയല്ല, വ്യക്തമായിട്ടും ഇത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം, അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ വാസ്സലാം അലൈക്കും, അത് മുസ്ലിമും തമ്മിലുള്ള ഗ്രീറ്റിംഗ് ആണ്. അതിൽ മറ്റു മതക്കാർക്ക് വേറൊരു പങ്കതിലില്ല. വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാഫിറിനെ നീ വഴി കണ്ട തള്ളി മാറ്റി പോണവന് ആവുന്നത്ര കുത്തി നോവിച്ച് അവന് ദുരിതം കൊടുക്കണം. നിങ്ങളുടെ അയൽക്കാരൻ കാഫിറാണെങ്കിൽ അതാണ് പുസ്തകം അനുശാസിക്കുന്നത്, അവരുടെ ഗ്രന്ഥം അനുശാസിക്കുന്നത്. തുല്യതയിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല. അത് നമുക്ക് അറബ് നാട്ടിൽ പോയവർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇതിനെക്കുറിച്ച് ശ്രീ മാരിയോ സുലൈമാൻ ജോസഫ് വലിയൊരു ഇത് നടത്തേണ്ടിയിരിക്കുന്നു കത്തോലിക്ക സഭയോട്. കാരണം അദ്ദേഹം 10-25 വർഷമായിട്ട് കത്തോലിക്കനാണെന്ന് പറഞ്ഞാണ് നടന്നിരുന്നത്. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഓൺലൈൻ വീഡിയോയിൽ ഒരു പ്രശസ്തനായ ഒരു ക്രിസ്ത്യൻ പണ്ഡിതൻ പറയുകയുണ്ടായി, ഇപ്പോ പാണക്കാട് തങ്ങൾ കുടുംബത്തിലേക്ക് ഉമ്മൻചാണ്ടി, AK ആന്റണി, പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ്, അതുമല്ലെങ്കിൽ ഷാഫി പറമ്പിൽ, ഇങ്ങനെ ഒരു 5-6 ആൾക്കാർ പോകാണ്. അപ്പൊ അദ്ദേഹം അസ്സലാം അലൈക്കും എന്ന് ഒരു പദം ഉപയോഗിക്കുമ്പോൾ അസ്സലാം അലൈക്കും എന്ന് ഇപ്പുറത്തുള്ള പദം പല ഹിന്ദു മുസ്ലിം പോകുന്നുണ്ട്, ക്രിസ്ത്യാനിയും പോകുന്നുണ്ട്. അപ്പോ അപ്പുറത്തുള്ള മുസ്ലിം പറയുന്നത് വെറും ആ മുസ്ലിംസിനോട് മാത്രമാണ്, അതല്ലാതെ അമുസ്ലിമുകളോടോ കാഫിറുകളോടോ അല്ല അസ്സലാം അലൈക്കും എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂട്ടത്തിലുള്ള ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും ഈ മുസ്ലിം ഉള്ളിൽ കരുതുന്നത് നിനക്ക് ദ്രോഹം വരട്ടെ എന്ന് ഉള്ളിൽ ചിന്തിച്ചിട്ട് വേണം പറയാനായിട്ട്. പക്ഷെ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരട്ടെ, ഗ്രീറ്റിംഗ്, സമാധാനം, പീസ് ബി അപ്പോൺ യു, ദ പീസ് ബി അപ്പോൺ യു എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ചിന്തിക്കേണ്ട ഒരു ഘടകമാണ്. കാരണം മുസ്ലിം എന്ന സമുദായം എഴുതി വെച്ചതുപോലെ പ്രവർത്തിക്കുന്ന ഒരു സമുദായമാണ്. അവര് ചിന്തിക്കുന്ന രീതി, ഇതിനെപ്പറ്റി വളരെയധികം ചർച്ചകളാണ് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഓൺലൈനിൽ നടക്കുന്നത്. അപ്പൊ ഇതില് മാരിയോ ജോസഫിന്റെ ടെസ്റ്റ് മണിയൊക്കെ ഇതിൽ കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഡിവൈനിൽ ഈ ഇസ്ലാം മതം ശരിയല്ല, നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അവിടെ നിന്നും ഡിവൈനിലേക്ക് താമസം മാറുകയും ആ സമയത്ത് അദ്ദേഹത്തിന്റെ ബാപ്പ തല്ലിക്കൊല്ലാറാക്കിയിട്ട് ചാവുമെന്ന് പറഞ്ഞിരുത്തുന്ന ഒരു ടാക്സിക്കാരൻ്റെ കാറും പിടിച്ച് ഡിവൈനിൽ തിരിച്ചു വന്ന് ഇവിടെ സംരക്ഷണം നേടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് മണി കെടുക്കുന്നുണ്ട്. പക്ഷേ 10-20 വർഷം 2-3 ദശകങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു പ്രസ്താവന വന്നതോടുകൂടി അദ്ദേഹം വളരെ വലിയൊരു സംശയ നിഴലിൽ നിൽക്കുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു വലിയൊരു മറുപടി കൊടുക്കേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഇത് മാരിയോ സുലൈമാൻ ജോസഫിന്റെ മാത്രം അനുഭവമല്ല. ഇപ്പൊ നമ്മൾ ഓൺലൈൻ ഇപ്പൊ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ വലിയൊരു മാറ്റം നടക്കുന്നുണ്ട്. അവിടെ വലിയൊരു വിഭാഗം ഇപ്പൊ ഈ മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നുണ്ട്. മുസ്ലിംസിൽ നിന്ന് ഞാൻ മുമ്പ് കണ്ട ഒരു സഹോദരി റഹ്മത്ത്, അവർ പറയായിരുന്നു തല്ലിക്കൊല്ലും അവർ കുടുംബത്തിൽ, സ്വന്തം ബാപ്പയും ഉമ്മയും സഹോദരങ്ങളും ചേർന്ന് ഇടിച്ചില്ലാണ്ടാക്കും. ഇവർക്കൊരു മനസ്സ് മാറ്റം വരണം മറ്റു മതത്തിലേക്ക് പോകാൻ. അങ്ങനെ ഇടിച്ച് പൊളിച്ച് അതിനുശേഷം ജീവനും കൊണ്ട് പുറത്തു വന്ന സഹോദരന്മാരും ഒരു പാസ്റ്റർ ഇസ്മയിൽ, അബ്ദുൾ സലാം, അങ്ങനെ കുറെ വളരെയധികം. ഇപ്പം നിങ്ങൾക്ക് പാസ്റ്റർ ഷിഹാബുദ്ദീന്, പിന്നെ പാസ്റ്റർ ഷമീർ, ഇങ്ങനെയുള്ള വ്യക്തികളുടെയൊക്കെ ഒരു അനുഭവം ഇടിച്ച് കൊന്നില്ലാണ്ടാക്കും. അത് നമ്മുടെ കേരളത്തിൽ 2 സംസ്കാരങ്ങൾ, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ 51 വെട്ടി കൊല്ലും, അതല്ലെങ്കിൽ അവരില്ലാണ്ടാക്കുന്നൊരു ഇത് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ പ്രത്യേക സമുദായം. നിങ്ങൾ വിടുന്നൊരു സാഹചര്യം വന്നാൽ അടിച്ച് ഇല്ലാണ്ടാക്കി ജീവൻ കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് മാത്രം ഇത് ചെയ്യാം. അപ്പം
ഇതുമായിട്ട് ഇത്തരം പീഡനം അനുഭവിച്ച മാരിയ ജോസഫ് ഇത്തരം കാലങ്ങൾക്ക് ശേഷം താങ്കൾ ഒരു പ്രസ്താവന വളരെ സംശയം ഉളവാക്കിയിരിക്കുന്നു. താങ്കൾ അതിനെപ്പറ്റി ഒരു മറുപടി താങ്കളിൽ വിശ്വസിക്കുന്ന കത്തോലിക്കരോട് ചെയ്യേണ്ടതായി വരും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു എക്സ്പ്ലനേഷൻ എന്താണ് താങ്കൾ ഇത് പറഞ്ഞത്? കാരണം പുസ്തകം വേറെ മറ്റു രീതിയിൽ പറയുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇതിനെക്കുറിച്ച് ഒരു മറുപടി നൽകുമെന്ന് എല്ലാവരും കാത്തിരിക്കുകയാണ്. ലോകത്തിൽ പല വീഡിയോസ് ഞാൻ ഇതിനെപ്പറ്റി കണ്ടു. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് താങ്കളുടെ മറുപടിക്ക് വേണ്ടി.